ഡബിൾ ടാക്സേഷൻ, അതായത് ഒരേ ഇൻകത്തിന് ഇവിടെയും അദ്ദേഹം താമസിക്കുന്ന രാജ്യത്തും ടാക്സ് കൊടുക്കേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ. അതിന് ഈ നമ്മളുടെ രാജ്യം ഇന്ത്യ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. DTA ഇല്ലാത്ത രാജ്യത്താണെങ്കിൽ ഇവിടെയും ടാക്സ് കൊടുക്കേണ്ടവരും അവിടെയും ടാക്സ് കൊടുക്കേണ്ടവരും. DTA ഉള്ള രാജ്യത്താണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് ജീവിക്കുന്ന അദ്ദേഹം ഇന്ത്യയിലെ റിട്ടേൺ ഫയൽ ചെയ്യണം, ഇന്ത്യയിലെ ഇൻകം കാണിച്ച് ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യണം, അതേ ഇൻകം കാണിച്ച് അദ്ദേഹം അവിടുത്തെ റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നിട്ട് ഇന്ത്യയിൽ അദ്ദേഹം ഇതിനു വേണ്ടി അടച്ച ടാക്സ് അവിടെ കൊടുത്ത, അതായത് അവിടെ 2 ഇൻകം കാണിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരു കൂടിയ എമൗണ്ട് ടാക്സ് ആയിരിക്കും കൊടുക്കേണ്ട വന്നിട്ടുണ്ടാവുക. അതിൻ്റെ അകത്ത് നിന്ന് അദ്ദേഹം ഇവിടെ അടച്ച ടാക്സ് കുറയ്ക്കാൻ, അതായത് സ്ട്രെയിറ്റ് അരിത്തമെറ്റിക്സ് അല്ല, അത് വർക്ക് ചെയ്യുന്നതിന് കുറച്ച് ഓരോ DTA-യിലും ഓരോ മെത്തഡോളജി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കാൻ ഇവിടെ അടച്ച ടാക്സിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് വിദേശത്ത് അവിടുത്തെ ടാക്സിൽ നിന്ന് കിട്ടും. അപ്പോൾ 2 സ്ഥലത്തും സത്യസന്ധമായിട്ട് ടാക്സ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കൂടുതലാവില്ല. ഏകദേശം നമ്മൾ ഇവിടുത്തെ മാത്രം ടാക്സും അവിടുത്തെ മാത്രം ടാക്സും കൊടുത്താലുള്ളതിനോടടുത്ത് ഉള്ളൊരു ടാക്സേ വരുള്ളൂ.